ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട് കേട്ടോ. അത് കാരണം ഇന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ഇത് ഇവളാണ് എല്ലാത്തിനും കാരണം കേട്ടോ. ഇന്ന് ഞാൻ കാണിച്ചു തരാം, ഇന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം കാണിച്ചു തരാം. ഇവൾക്ക് കുറച്ച് മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 പേരെയൊക്കെ ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു. ആർക്കും വേണ്ടാത്തതുകൊണ്ട് പിന്നെ മെസ്സിൽ ഒരാളിനെ ഏൽപ്പിച്ചു. അവർ അവിടെ ഭക്ഷണവും പാലും ഒക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കി 2 പിള്ളേരെ വെളിയിൽ ഒരു ഈ ടെൻറ്റ് പോലെ കാണുന്നുണ്ട്, അവിടെ കൂട് കെട്ടി എല്ലാവരെയും അവിടെ തന്നെ പാർപ്പിച്ചിരുന്നു. ബാക്കി പെണ്ണുങ്ങളെ എല്ലാം ഒരിടത്താക്കി. 2 ആൺപിള്ളേർ അതിനകത്തുണ്ടായിരുന്നു. ഇന്നായപ്പോൾ ഒരാളിനെ കാണാനില്ല. പട്ടി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയതെന്നൊന്നും അറിയില്ല. ഒരു കുഞ്ഞ് മാത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ നിയമം. അപ്പോഴത്തേക്ക് ഞാനിനി അറിയാതെ വീട്ടിലെടുത്തുകൊണ്ട് വരുമോ എന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് നേരത്തെ ഇങ്ങനെ ദേഷ്യം വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായെന്നാൽ ഇവളൊരു പണി പറ്റിച്ചു. ഇവളുടെ പണിയെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും അവളും അവിടെ വരും. ഞാൻ അപ്പുറത്തെ കട്ടിലെല്ലാം പോയി റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ നോക്കിയിരുന്ന് അവിടെ വരും. അങ്ങനെ ഇന്നും ഞാൻ വേറെ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ സംഭവിച്ചേക്കാം. ഈ കാണുന്നത് കണ്ട, ഈ അവിടെ സ്റ്റാൻഡിൽ കിടക്കുന്ന പൂച്ച ഉണ്ടല്ലോ, ഒന്ന് ഈ കട്ടിലിൻ്റെ പുറത്തൊന്ന് വന്ന് കിടന്നായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പോയി. ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേര് വന്ന നേരത്തിന് എനിക്ക് പണിഷ്മെൻറ്റ് എൻ്റെ തുണിയെല്ലാം വാരി കക്കൂസിനകത്ത് എറിഞ്ഞു. ഇനി ഇത് എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കണമെന്ന്. എന്നെ കൊണ്ടൊന്നും കഴുകിയൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്ന, ആ കക്കൂസിനകത്ത് ഇട്ടേക്കുന്ന ഭാഗം എടുത്ത് അങ്ങേര് ഇവിടെ കിടക്കുന്ന തലഭാഗത്തുണ്ടല്ലേ, അവിടെ എടുത്തങ്ങ് വെച്ച് കൊടുക്കും. ബാക്കി കക്കൂസിന് വെളിയിലിരിക്കുന്ന ഭാഗം അത് എൻ്റെ സ്ഥലത്തോട്ടും ആക്കും. അങ്ങനെ പാടില്ലല്ലോ. പൂച്ച ഒന്ന് വന്ന് ബെഡ്ഷീറ്റിൻ്റെ പുറത്തൊന്ന് കിടന്നെന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് അതിനെ കഴുകിയിടണം. ഇതിനകത്ത് എൻ്റെ സാരിയും ഇതൊക്കെ ഇന്ന് അങ്ങേർക്ക് ഇവിടെ പോകാൻ ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഞാൻ വാരി മാറ്റി വെച്ച് എല്ലാം കണ്ടോ തറയിൽ കിടക്കുന്നുണ്ട്. ഇനി അതെല്ലാം വേറെ അലമാരയിൽ കൊണ്ടുവയ്ക്കണം. ഇതൊന്നും കഴുകാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നുവെച്ചാൽ ഓരോ ദിവസവും പിന്നെ അവരുടെ അണ്ടർവെയർ വരെ ഊരിയിടും. അതെല്ലാം വാരിയിട്ട് ഞാൻ തന്നെ കഴുകണം. പിന്നെ ആരും ഒന്നും ഒരു സഹായവും ചെയ്യത്തില്ല. പിള്ളേരോ ഒന്നും ഒരു ജോലിയും ചെയ്യത്തില്ല. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും ആർക്കെങ്കിലും കാശ് കൊടുത്ത് കഴുകാൻ പറഞ്ഞാൽ പോലും കഴിയില്ല. 4-5 വർഷമായ കമ്പിളിയൊക്കെയാണ്. അതേപോലെ ഉണക്കിയും പറക്കിയൊക്കെ അടുക്കി ഇവിടെ വച്ചിട്ടുള്ള വെള്ളത്തിലിട്ടാൽ നമുക്ക് എടുത്ത് പൊക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള സാധനമാണ് കക്കൂസിനകത്ത് എടുത്തിട്ടിരിക്കുന്നത്. ഇതേപോലെ എടുത്ത് ഇവിടെ വയ്ക്കാനേ നിവർത്തിയുള്ളൂ. അത് തന്നെ വെച്ച് ഇനി വർഷങ്ങൾ മരിക്കുന്നതുവരെയും കിടക്കട്ടെ. അല്ലാതെ എന്ത് ചെയ്യേ. ഒരു പൂച്ച ഒന്ന് കട്ടിൻ്റെ പുറത്തൊന്ന് വന്ന് കിടന്നുപോയി. അതിന് കാണിച്ചു വച്ചിരിക്കുന്ന വേലയാണ്. നമ്മൾ ഒരു ജീവിയെ വീട്ടിൽ വളർത്തി എന്തെല്ലാം അനുഭവിക്കണമെന്നാണ് ഇതിലെ കൂടെ കാണുന്നത്. അത് ചിലപ്പം അതിനറിയില്ലല്ലോ. അതിന് നമ്മളെ അടുത്തുള്ള സ്നേഹം കൊണ്ടത് ചിലപ്പോൾ ഇതിനൊന്നും ഇക്കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത് നമ്മുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് നമ്മൾ കിടക്കുന്ന സ്ഥലത്തൊക്കെ വന്നിരുന്നെന്ന് വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ജയിൽ പോലെയാണ് കേട്ടോ. പരസ്പരം സഹകരണമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഏതെങ്കിലും ഒരു പൂച്ചയെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇവിടുത്തെ ആന്ധ്രാപ്രദേശിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ആൾക്കാരൊന്നും വലിയ സ്നേഹവും കാര്യമൊന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. ഒരു പൂച്ചയോ എന്തെങ്കിലും ഒരു ജീവിയെ കിട്ടുകയാണെങ്കിൽ നിധി വച്ചിരിക്കും പോലെയാണ് കൊണ്ടുവച്ച് അതിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ 7 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനെ വീടിനകത്ത് വെച്ച് വയ്ക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് 3 എണ്ണം മെസ്സിൽ കൊണ്ടുപോയി. മിനിഞ്ഞാന്ന് 3 എണ്ണം ഈ കൂട്ടിനകത്തുണ്ടായിരുന്നു. അപ്പോൾ
ഒരു വലിയ ആൺപൂച്ച വെളിയിൽ നിന്ന് അവിടെ നിന്ന് വന്ന് കയറി. അപ്പോൾ ആൺകുഞ്ഞുങ്ങൾ രണ്ടും മരത്തിൻ്റെ മേളിലോട്ട് കയറി ഓടി. പെൺകുഞ്ഞ് പേടിച്ച് താഴെ എടുത്ത് ചാടി. അപ്പോൾ അതിൻ്റെ ഒരു കൈ ഒടിഞ്ഞ്. ഞാൻ അതിനെ എടുത്ത് വീടിനകത്ത് കൊണ്ടുവച്ചു. എന്ന് വെച്ചാൽ പെൺകുഞ്ഞിൻ്റെ മണം തട്ടുമ്പോൾ പിന്നെ ആ പൂച്ച പിന്നെയും വരും. അതുകൊണ്ട് ഞാൻ വീടിനകത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ആ നേരത്തെ തന്നെ അതിനെയും കൂടെ അങ്ങ് പെട്ടിയിലിട്ട് അങ്ങ് കൊടുത്തുവിട് എന്ന് ഞാൻ പറഞ്ഞു. ഒരാഴ്ച അതവിടെ ഇരിക്കട്ടെ. ഇവിടെ പോയിട്ട് എൻ്റെ ഹസ്ബൻഡ് അവിടെ പോകുന്നുണ്ട്. പോയിട്ട് വരുമ്പോഴത്തേക്ക് അതിന് ശേഷം ഒരാഴ്ച എനിക്ക് അത് നല്ല ഷോർട്സ് വീഡിയോസൊക്കെ ഇടാം, അതൊക്കെ കളിക്കുന്നതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞ് വാങ്ങി വെച്ചു. ആ നേരത്തെ തുടങ്ങിയ ഡ്രാമയാണ്. ഇപ്പോൾ ഈ തുണിയെല്ലാം വാരി കക്കൂസിനകത്തൊക്കെ എറിഞ്ഞ് കാണിച്ചു വച്ചിരിക്കുന്നത്. മനസ്സിന് നല്ല വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ മറ്റുള്ളവരുടെ ചിലവിലിരിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നതൊക്കെ കുറച്ച് കേട്ട് നിന്നില്ലെങ്കിൽ പറ്റില്ല.